SWOT അനാലിസിസ്. എന്താണ് SWOT അനാലിസിസ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ, വ്യക്തിപരമായാലും ബിസിനസ് പരമായാലും, നമ്മളൊരു പുതിയ കാര്യത്തിന് ഇറങ്ങുമ്പോൾ SWOT അനാലിസിസ് ചെയ്യുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ എക്സാമ്പിളിലൂടെ നമുക്ക് SWOT അനാലിസിസ് ഒന്ന് നോക്കാം. ഒരു പാപ്പൻ ചേട്ടൻ ഒരു ചായക്കട തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തീരുമാനിച്ചു. പാപ്പൻ ചേട്ടൻ ഒരു SWOT അനാലിസിസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാപ്പൻ ചേട്ടന്റെ സ്ട്രെങ്ത് എന്താ നോക്കാം. പാപ്പൻ ചേട്ടന് നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാം. പുതിയ പുതിയ ചായക്കൂട്ടുകൾ പാപ്പൻ ചേട്ടൻ അറിയാം. അതുപോലെ തന്നെ നന്നായിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാം. പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കാൻ പാപ്പൻ ചേട്ടൻ ഒരു പ്രത്യേക കഴിവാണ്. പാപ്പൻ ചേട്ടൻ അത്യാവശ്യം ലോക്കൽ ഗുഡ്വിൽ, നാട്ടുമ്പുറത്ത് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ പാപ്പൻ ചേട്ടന്റെ ഒരു സ്ട്രെങ്ത് ആണ്. പാപ്പൻ ചേട്ടന്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ, പാപ്പൻ ചേട്ടൻ നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഈ ചായ കച്ചവടം ചെയ്യാൻ അറിയില്ല. എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്ത പരിചയം പാപ്പൻ ചേട്ടന് ഇല്ല. അതൊരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആണ്. പിന്നെ അതുപോലെ പാപ്പൻ ചേട്ടന് അത്യാവശ്യം പണം കയ്യിലുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു കട തട്ടിക്കൂട്ടാനുള്ള പൈസ ഉണ്ട്, പക്ഷെ ആവശ്യത്തിനുള്ള പണം ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഫെസിലിറ്റിയിൽ തുടങ്ങാനുള്ള പണം പാപ്പൻ ചേട്ടന്റെ കയ്യിൽ നിലവിലില്ല. അതൊരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആണ്. ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, പാപ്പൻ ചേട്ടൻ കണ്ടുപിടിച്ച സ്ഥലം, കട തുടങ്ങാൻ കണ്ടുപിടിച്ച സ്ഥലം നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ബസ് സ്റ്റേഷന്റെ അടുത്താണ്. തൊട്ട് ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സ്കൂളുകളുണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. കുറെ ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു ചായക്കടക്ക് അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു കട തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ഒരു മുനിസിപ്പൽ ലൈസൻസിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമങ്ങൾ നമ്മൾ പാലിക്കണം. കിച്ചൺ ഫെസിലിറ്റി നിയമപരമായിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ ത്രെറ്റ്സ് ആണ്. ഇതൊക്കെ മറികടക്കണം. പിന്നെ അതുപോലെ ഇത്രയും നല്ലൊരു സ്പോട്ടിൽ ഇഷ്ടംപോലെ മറ്റു കടകൾ ഉണ്ടാവും. അപ്പൊ നല്ല അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടാവും. മുന്നിട്ടിറങ്ങുന്ന സമയത്ത് ഒരു ആലോചനയും ഇല്ലാതെ ചെയ്യുന്നതിന് പകരം SWOT അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒരു പോസിറ്റീവ് കാര്യമാണ്. വീക്ക്നെസ് ആൻഡ് ത്രെറ്റ്സ് ഒരു നെഗറ്റീവ് കാര്യമാണ്. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന നെഗറ്റീവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ കയ്യിലുള്ള പോസിറ്റീവ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് SWOT അനാലിസിസ് വളരെ വളരെ അത്യാവശ്യമാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്ന കാര്യം ഒരു ഇന്റേണൽ ഫാക്ടറാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനെ മറികടക്കുന്നത് എങ്ങനെയാന്നുള്ളത് വലിയ ആലോചന വേണം. അപ്പൊ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഓക്കെ.